എം.ടി. വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. ഹൃദയസ്തംഭനമുണ്ടായെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. എം.ടിയുടെ ആരോഗ്യനില നിരീക്ഷിച്ച് ഡോക്ടർമാരുടെ സംഘം. ലതീഷ് ചേരുന്നു. ലതീഷ്, വിശദാംശങ്ങൾ. ഷമി, ആരോഗ്യനില മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ് എം.ടി. വാസുദേവൻ നായർ ചികിത്സയിൽ കഴിയുന്നത്. 15-ാം തീയതി രാവിലെയാണ് എം.ടിയെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ 4 ദിവസത്തിനിടയിലാണ് അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടാകുന്നത്. നിലവിൽ മരുന്നുകളോട് പൂർണ്ണമായി പ്രതികരിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ICUവിലാണ് എം.ടി. വാസുദേവൻ നായർ നിലവിലുള്ളത്. ശ്വാസം മാസ്ക് വെന്റിലേഷൻ വഴി നിയന്ത്രിച്ചിട്ടുണ്ട്. യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തരുത് എന്ന ഒരു ആവശ്യം എം.ടി. കുടുംബത്തിനോട് പറഞ്ഞിരുന്നു. അത് കുടുംബം ആശുപത്രി അധികൃതരെയും അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൻ്റെ പൂർണ്ണ വെന്റിലേറ്റർ സഹായത്തോടെയുള്ള ഒരു ചികിത്സയല്ല ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നത്. എന്തായാലും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു സംഘം എം.ടിയെ നിരീക്ഷിക്കുന്നുണ്ട്. 11:30 കാലോടുകൂടിയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയത്. ഇനി വൈകിട്ടൊരു മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, A.K. ശശീന്ദ്രൻ അടക്കമുള്ളവർ ആശുപത്രിയിലെത്തി ആരോഗ്യനില അന്വേഷിച്ചിരുന്നു. ഡോക്ടർമാരുമായും കുടുംബാംഗങ്ങളുമായും എല്ലാം അവർ സംസാരിച്ചു. മരുന്നുകളോട് പ്രതികരിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഏത് നിലയിൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് സംബന്ധിച്ച തീരുമാനം കുടുംബവുമായി ബന്ധപ്പെട്ടെല്ലാം ആലോചിച്ചുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. സംവിധായകൻ ഹരിഹരൻ, നടൻ വിനീത് അടക്കമുള്ളവർ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. M.N. കാരശ്ശേരി, അതേപോലെ തന്നെ M.M. ബഷീർ അടക്കമുള്ള സാഹിത്യരംഗത്തുള്ള നിരവധി ആളുകളും ആശുപത്രിയിൽ എം.ടിയെ ഇതിനകം തന്നെ സന്ദർശിച്ചിട്ടുണ്ട്. ഷമ്മി, എം.ടി. വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.